മോഹൻലാൽ ചിത്രം ദൃശ്യം 3 മെയ് 21-നാണ് ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത്. ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന് വമ്പൻ വരവേൽപ്പാണ് കേരളത്തിലും വിദേശത്തുമായി ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെ ആഗോളതലത്തിൽ സിനിമയുടെ 100-ലധികം ഫാൻ ഷോകൾ ചാർട്ട് ചെയ്തു കഴിഞ്ഞു. ആദ്യ പ്രദർശനം 8 മണി മുതലാണ്. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഞെട്ടാൻ ഒരുങ്ങിക്കോളൂ. എന്തും നേരിടാൻ ജോർജ് കുട്ടി റെഡി. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. പ്രത്യേകിച്ച് മലയാള സിനിമാ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമായ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ അവസാന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ഇന്ന് ആരാധകർ. റിലീസ് ചെയ്ത ആദ്യ 2 ഭാഗങ്ങളും വൻ വിജയമായി മാറിയിരുന്നു. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷക നിരൂപക പ്രശംസയ്ക്കൊപ്പം ബോക്സ് ഓഫീസിലും വലിയ കളക്ഷനാണ് കൊയ്തത്. അങ്ങനെ ഇതര ഭാഷകളിലടക്കം റീമേക്ക് ചെയ്യപ്പെട്ട സിനിമയുടെ 3-ാം ഭാഗം റിലീസിന് തയ്യാറാകുകയാണ്. അതും വെറും റിലീസല്ല, വമ്പൻ റിലീസ്. സിനിമയ്ക്കായി വമ്പൻ വരവേൽപ്പാണ് ഇപ്പോഴേ മോഹൻലാൽ ആരാധകർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതുവരെ ആഗോളതലത്തിൽ സിനിമയുടെ 100-ലധികം ഫാൻ ഷോകൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. പ്രത്യേകിച്ച് ദൃശ്യം 3യുടെ 10-ലധികം സ്പെഷ്യൽ ഷോകളും ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. സിനിമയുടെ സെൻസറിംഗ് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. UA സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ചിത്രത്തിന്റെ UA പ്രീമിയറുകൾ മെയ് 20-ന് 7:30 മുതലാണ് ആരംഭിക്കുക. ആദ്യ ദിനം ദൃശ്യം 3 വമ്പൻ ഓപ്പണിംഗ് തന്നെ നേടുമെന്നാണ് കണക്കുകൂട്ടൽ. മോഹൻലാലിന്റെ ജന്മദിനത്തിൽ തിയേറ്ററുകളെത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ജോർജ് കുട്ടിയെയും മറ്റ് കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്ന തരത്തിലാണ് ടീസർ ഒരുക്കിയിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ ഒരു നിഗൂഢത നിറച്ചാണ് ടീസർ എത്തിയത്. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് 4 വർഷത്തിന് ശേഷമുണ്ടാകുന്ന മാറ്റങ്ങളും ഈ 3-ാം ഭാഗത്തിൽ കൊണ്ടുവരുന്നുണ്ടെന്നാണ് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞത്. അത്തരത്തിൽ തന്നെയാണ് ടീസറിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളും. ആദ്യ 2 ഭാഗങ്ങളെ പോലെ ഒരു ഹെവി ഇന്റലിജന്റ് സിനിമയല്ല 3-ാം ഭാഗമെന്ന് ഉറപ്പിക്കാം. 350 കോടി തന്നെ ഇതിനോടകം തന്നെ സിനിമ നേടിക്കഴിഞ്ഞു. ആദ്യ ദിനം തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം കുറിക്കുമെന്ന കണക്കുകൂട്ടലുണ്ട്. ആദ്യ 2 സിനിമകളിലും ജിത്തു എന്ന സംവിധായകൻ ഒളിപ്പിച്ചു വെച്ച സസ്പെൻസും മാജിക്കും ദൃശ്യം 3യിലും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.